സുപ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായിട്ട് ഇറാനിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ശക്തമായ തിരിച്ചടി ഇപ്പോൾ ഇറാൻ നടത്തുകയാണ്. അതായത് ദോഹ, അബുദാബി, ദുബായ് തുടങ്ങിയ നഗരങ്ങളിലടക്കം ഇറാന്റെ മിസൈലുകൾ പതിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഇത് ശരിയാണോ എന്ന് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ പറ്റില്ല. ഈ നഗരങ്ങളിൽ ഉൾപ്പെടെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇത് ഇറാൻ തൊടുത്ത മിസൈലുകൾ പതിച്ചതാണോ അതോ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവയെ തടഞ്ഞതാണോ എന്ന് നിലവിൽ വ്യക്തമല്ല. അബുദാബിക്ക് നേരെ ഇറാൻ തൊടുത്ത മിസൈല് കൃത്യമായിട്ട് അബുദാബിയുടെ എയർ ഡിഫൻസ് സിസ്റ്റം കണ്ടെത്തുകയും തടയുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജോർദാൻ, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ അപായ സൈറണുകൾ തുടർച്ചയായിട്ട് മുഴങ്ങി എന്നുള്ള വാർത്തകൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നുണ്ട്. ഇതിനിടയിൽ അമേരിക്ക നിയന്ത്രിക്കുന്ന ഖത്തറിലെ എയർബേസിൽ ശക്തമായ ആക്രമണം ഉണ്ടായി എന്നതും ഇപ്പോൾ ഏറെക്കുറെ സ്ഥിരീകരിക്കാവുന്നതാണ്. അതായത് സംഘർഷം രൂക്ഷമായതോടെ ബഹ്റൈൻ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ നേരിട്ടുള്ള ആക്രമണ ഭീഷണിയോ സുരക്ഷാ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ നഗരങ്ങളിൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് ഇറാൻ ശക്തമായിട്ടുള്ള തിരിച്ചടി ആരംഭിച്ചതായിട്ടുള്ള വിവരം വരുന്നത്. ഇസ്രയേലിലെ വിവിധ നഗരങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ മിസൈലുകൾ വിക്ഷേപിച്ചതായിട്ടും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും ഇറാന്റെ ലക്ഷ്യമാകാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ തുടങ്ങി അവസാനം ഇനി ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും, ഇതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ മിഡിൽ ഈസ്റ്റിൽ, പ്രത്യേകിച്ച് ഗൾഫ് റീജിയണിലൊക്കെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. ഈ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഉറപ്പായും ഇറാൻ നടത്താൻ സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ ഇസ്രായേൽ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ യൂസ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഈ യുദ്ധം നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ രണ്ട് ഭാഗത്തും തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. തുടങ്ങി വെച്ചത് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയുമാണ്. ഇറാൻ അതിന്റെ തിരിച്ചടി നടത്തുകയാണ്. എത്രത്തോളം തിരിച്ചടി ഇറാന് നടത്താൻ കഴിയും, ഇതിന് പ്രത്യാക്രമണം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങൾ അനുസരിച്ചായിരിക്കും ഈ യുദ്ധം നീണ്ടുപോകുമോ അതോ ഉടനെ അവസാനിക്കുമോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുക. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ നടന്ന സംഭവ വികാസങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഒരു യുദ്ധത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ വ്യക്തമാണ്. അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾ തയ്യാറെടുക്കുന്നു, അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ തയ്യാറെടുക്കുന്നു, അമേരിക്കയുടെ നാവികസേന ഇറാനെ ലക്ഷ്യമിട്ടുകൊണ്ട് നീക്കം നടത്തുന്നു. ഇതിന് പിന്നാലെ അമേരിക്ക അവരുടെ സൈനിക കേന്ദ്രങ്ങളിൽ അവർക്ക്, അതായത് ഇറാന് തൊട്ടടുത്തുള്ള അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ബേസുകളിൽ ആയുധങ്ങൾ എത്തിക്കുന്നു, ഡ്രോണുകൾ എത്തിക്കുന്നു, എയർക്രാഫ്റ്റുകൾ എത്തിക്കുന്നു. എല്ലാ സജ്ജീകരണങ്ങളും അമേരിക്ക നടത്തുകയാണ്. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഏറ്റവും അധികം ആശങ്കപ്പെടുന്ന രാജ്യങ്ങളാണ് ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, UAE തുടങ്ങിയ രാജ്യങ്ങൾ. ഇവിടെ ഇസ്രായേലിനും ഇറാനും ഇടയിലായിട്ടാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. മധ്യേഷ്യയിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യമുള്ള പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അതിലൊന്ന് ഖത്തറാണ്. അൽ ഉദൈദ് എയർബേസ്. ഇത് ഖത്തറിലെ ദോഹയ്ക്ക് സമീപത്തുള്ള ഒരു എയർബേസ് ആണ്. മധ്യേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക കേന്ദ്രമാണിത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇറാൻ തിരിച്ചാക്രമിക്കുന്ന സൈനിക കേന്ദ്രങ്ങളിൽ ഒന്ന് അൽ ഉദൈദ് എയർബേസ് ആയിരിക്കും. കഴിഞ്ഞ തവണ B2 ബോംബർ ആക്രമണമൊക്കെ ഉണ്ടായ ടൈമിൽ അമേരിക്കയുടെ ഈ ഒരു എയർബേസ് ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തി എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അവിടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ആ സമയത്ത് വന്നിരുന്നു. അപ്പൊ ഈ അൽ ഉദൈദ് എയർബേസ് എന്ന് പറയുന്നത് ദോഹയ്ക്ക് സമീപത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എയർബേസ് ഇറാൻ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ട്. ഏകദേശം 10,000 സൈനികരാണ് ഇവിടെ ഉള്ളത് എന്ന് കണക്കാക്കപ്പെടുന്നു. അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ ഒരു പ്രധാന ആസ്ഥാനമാണിത്. മറ്റൊന്നാണ് ബഹ്റൈൻ. ബഹ്റൈനില് US നേവി 5th ഫ്ലീറ്റ് ആണ് ഇവിടെ ഉള്ളത്. ബഹ്റൈൻ ആസ്ഥാനമാക്കിയാണ് അമേരിക്കയുടെ 5ാം നാവിക വ്യൂഹം പ്രവർത്തിക്കുന്നത്. ഗൾഫ് മേഖല, ചെങ്കടല്, അറബിക്കടല് എന്നിവിടങ്ങളിലെ നാവിക സുരക്ഷാ ചുമതല ഇവർക്കാണ്. ഇവിടെ ഏകദേശം 7,000 മുതൽ 9,000 അമേരിക്കൻ സൈനികരാണ് ഉള്ളത്. മറ്റൊന്നാണ് കുവൈറ്റ്. കുവൈറ്റിലെ ക്യാമ്പ് ആരിഫ് ജാൻ എന്ന് പറയുന്ന ഒരു സൈനിക കേന്ദ്രമാണ് അമേരിക്കയ്ക്കുള്ളത്. അമേരിക്കയുടെ കരസേനയുടെ പ്രധാന കേന്ദ്രമാണിത്. അതുപോലെ തന്നെ കുവൈറ്റിലെ അലി അൽ സലേം എയർബേസ്, ഇത് അമേരിക്കയുടെ ഒരു വ്യോമസേനയുടെ പ്രധാന ഹബ്ബാണ്. ഏകദേശം 13,500 അമേരിക്കൻ സൈനികർ കുവൈറ്റിൽ മാത്രമുണ്ട്. ഇനി UAEയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അൽ ദഫ്ര എയർബേസ്, ഇത് അബുദാബിക്ക് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അമേരിക്കൻ യുദ്ധവിമാനങ്ങളും നിരീക്ഷണ വിമാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട്.
ഈ ഒരു കേന്ദ്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഈ ഒരു ആക്രമണത്തെ അബുദാബി എയർ ഡിഫൻസ് സിസ്റ്റം കൃത്യമായിട്ട് തടഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. നമുക്ക് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് എല്ലാ വാർത്തകളും ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല, സ്ഥിരീകരിക്കാൻ പറ്റില്ല. വീഡിയോ ദൃശ്യങ്ങൾ വന്നാൽ പോലും കഴിയില്ല, കാരണം ഇന്ന് AI കൂടി ഉള്ളൊരു സമയമാണ്. എന്തായാലും ഇത്തരം റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ നൽകുന്നുണ്ട്. നമുക്ക് നോക്കാം. അതുപോലെ ജബൽ അലി പോർട്ട്, ഇത് ദുബായിലാണ്. ദുബായിലെ ഈ തുറമുഖം ഔദ്യോഗിക സൈനിക താവളമല്ലെങ്കിലും അമേരിക്കൻ കപ്പലുകൾ ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ്. UAE ഏകദേശം 3500 അമേരിക്കൻ സൈനികരാണ് സേവനമനുഷ്ഠിക്കുന്നത്. ഇനി സൗദിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസ് സുൽത്താൻ എയർബേസ് റിയാദിന് സമീപത്തുള്ള ഈ കേന്ദ്രത്തില് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധവിമാനങ്ങളും ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഏകദേശം 2700 സൈനികരാണ്, അമേരിക്കൻ സൈനികർ ഇവിടെ ഉണ്ട്. ഇതിന് പുറമെ ഇറാഖ്, ജോർദാൻ, സിറിയ എന്നിവിടങ്ങളിൽ അമേരിക്കയ്ക്ക് ബേസുകളുണ്ട്. ഇറാഖില് അൽ അസദ് എയർബേസ്, മറ്റൊന്ന് എർബിൽ എയർബേസ് എന്നിങ്ങനെ 2 എയർബേസുകളുണ്ട്. 2500 അമേരിക്കൻ സൈനികർ ഇവിടെ ഉണ്ട്. ഇനി ജോർദാനില് മുവാസഫക് സാൽട്ടി എയർബേസ് എന്ന് പറഞ്ഞിട്ട് ഒരു എയർബേസ് ഉണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട വ്യോമ കേന്ദ്രമാണ്. സിറിയയിലെ ഏകദേശം 2000-ഓളം അമേരിക്കൻ സൈനികർ തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവിടെയും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുണ്ട്. അപ്പൊ നിലവിലെ സാഹചര്യത്തില് ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണം ഇറാന് നേരെ നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും തുടരുകയാണെങ്കിൽ, ഇറാന്റെ തിരിച്ചടിയിൽ ഈ അമേരിക്കൻ ബേസുകൾ അടക്കം ഇറാൻ ലക്ഷ്യം വെക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇറാന്റെ കൈവശം ബാലിസ്റ്റിക് മിസൈലുകൾ ധാരാളമുണ്ട്. ഇത് ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുകൊണ്ടും അവർ പ്രയോഗിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഒരുപക്ഷെ ഇതൊരു അവസാന യുദ്ധമാകാൻ സാധ്യത കാണുന്നുണ്ട്. ഇറാനില് ഭരണകൂടത്തെ മാറ്റുക, അതാണ് ഇസ്രായേലിന്റെ അമേരിക്കയുടെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പൊ അതിന് നിലവിലെ ഭരണകൂടത്തെ പരാജയപ്പെടുത്തുക, എങ്കിൽ മാത്രമേ ഭരണകൂടത്തെ മാറ്റുക എന്നത് സാധ്യമാകുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു അന്തിമ യുദ്ധമാണോ എന്ന് സംശയിക്കേണ്ടി വരും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.